വടകരയിലെ RMS ഓഫീസ് നിർത്തലാക്കുന്നതിന്റെ ഭാഗമായി സാധനങ്ങൾ മാറ്റുന്നത് സംയുക്ത തൊഴിലാളി സംഘടനകൾ തടഞ്ഞു. വടകര RMSഉം തലശ്ശേരി സോർട്ടിംഗ് ഓഫീസും അടച്ചുപൂട്ടാൻ പോസ്റ്റൽ സർവീസ് ഡയറക്ടർ ഒക്ടോബർ 17-നാണ് ഉത്തരവിറക്കിയത്. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അടച്ചുപൂട്ടലിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള അധികൃതരുടെ ശ്രമമാണ് സംഘർഷത്തിനിടയാക്കിയത്. KK MLA ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി സൂപ്രണ്ടുമായി ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഓഫീസിനകത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട പേപ്പറുകളടങ്ങിയ ബണ്ടിൽ മാത്രം കൊണ്ടുപോകാൻ അനുമതി നൽകി. വടകര RMSഉം തലശ്ശേരി സോർട്ടിംഗ് ഓഫീസും അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുകൊണ്ട് പോസ്റ്റൽ സർവീസ് ഡയറക്ടർ ഒക്ടോബർ 17-നാണ് ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് പ്രകാരം വടകര RMSഉം തലശ്ശേരി സോർട്ടിംഗ് ഓഫീസും യഥാക്രമം കോഴിക്കോട് RMSലും കണ്ണൂർ RMSലും ലയിപ്പിക്കാനാണ് തീരുമാനം. ഓഫീസുകൾ അടച്ചുപൂട്ടാനുള്ള പോസ്റ്റൽ വകുപ്പിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ MP കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ മന്ത്രിക്ക് അടിയന്തര സന്ദേശം നൽകിയിരുന്നു. ആവശ്യത്തിന് പോസ്റ്റൽ ഉരുപ്പടികൾ കൈകാര്യം ചെയ്യുന്നതിനാൽ RMS ഓഫീസുകളുടെ പദവി ഉയർത്തി ഇന്റർ സർക്കിൾ ഹബ്ബുകളാക്കി ഉയർത്താൻ MP ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് വിശദമായ റിപ്പോർട്ട് ഡിസംബർ 9-നകം നൽകാൻ മന്ത്രാലയം കേന്ദ്ര സർക്കിൾ അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് സാധനങ്ങൾ മാറ്റാൻ ശ്രമം നടന്നത്. വടകരയിലെ RMS ഇവിടുന്ന് മാറ്റരുത് എന്നതാണ് ഈ നാടിൻ്റെ ആവശ്യം. വടകരയുടെ ആവശ്യമാണത്. അത് ബന്ധപ്പെട്ട വകുപ്പുകളെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വളരെ നേരത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ ഇത് പുനഃസ്ഥാപിക്കണമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രകാരം ഇപ്പോൾ MP ഉൾപ്പെടെ ഇടപെട്ടതാണ്. MP കൊടുത്ത ഉറപ്പ് 9-ാം തീയതിക്ക് ശേഷമേ മറ്റു കാര്യങ്ങൾ ചെയ്യൂ, അതുവരെ പരിശോധിക്കും എന്നുള്ളതാണ്. ഒന്ന് പുനഃപരിശോധന നടത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്ക് പെട്ടെന്നാണ് ഇവരെ എല്ലാ സെർവറും കോഴിക്കോടേക്ക് മാറ്റി, സിസ്റ്റമൊക്കെ കോഴിക്കോടേക്ക് മാറ്റി ഇന്ന് ഇവിടേക്ക് കോഴിക്കോടേക്ക് കൊണ്ടുപോകുകയാണ് എന്നുള്ളത് നമ്മൾ പെട്ടെന്നാണ് അറിയുന്നത്. അപ്പം നമുക്ക് തന്നൊരു ഉറപ്പ് പാലിക്കാതെ, ജനപ്രതിനിധികൾക്ക് തന്ന ഉറപ്പ് പാലിക്കാതെ അതിന് വിപരീതമായ പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പം നമ്മളിത് പൂർണ്ണമായിട്ടും ഇവിടുന്ന് തടയാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷെ അപ്പം അതിനകത്തുള്ളൊരു പ്രശ്നം, വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറുമായി ബന്ധപ്പെട്ടുള്ളൊരു ബണ്ടിൽ ഇവിടെയുണ്ട്. അത് നാളെ വിദ്യാർത്ഥികൾക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവരുടെ ഭാവിയാണ് അപകടത്തിലാവുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രശ്നം. അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഞങ്ങളിപ്പോൾ ഇതിവിടെ തടയുന്നതാണ്. ഒരു കാരണവശാലും ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നതല്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു ഞാൻ RMSന്റെ. അപ്പോൾ സൂപ്രണ്ടുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികളുടെ പരീക്ഷാ പേപ്പറും അതിൻ്റെ ആവശ്യമായ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റവും ഇവിടുന്ന് ഇപ്പോൾ തൽക്കാലം മാറ്റുക, മറ്റെല്ലാം ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നുള്ള നാടിൻ്റെ ആവശ്യത്തിനൊപ്പമാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അതിനാവശ്യമായ നടപടികളുമായിട്ട് ഇനി മുന്നോട്ട് പോകും. പതിറ്റാണ്ടുകളായി വടകര, മാഹി, പേരാമ്പ്ര മേഖലകളിലെ തപാൽ നീക്കം നടക്കുന്നത് വടകര RMS ഓഫീസ് മുഖാന്തരമാണ്. ഓഫീസ് മാറ്റിയാൽ തപാൽ ഉരുപ്പടികളുടെ കൈമാറ്റത്തെ ഇത് കാര്യമായി ബാധിക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.